നമുക്കിന്ന് ദേപ്പൂട്ടിൽ കയറിയാലോ എന്നൊരാലോചന. ഇവിടുത്തെ മെനുവിൻ്റെ പേര് കാണാൻ ഋഷിയുടെ കലവറ. ദിലീപ് സിനിമ പേരിലുള്ള ഡിഷ് കാണിച്ചു തരാം. ലഞ്ച് ചിക്കൻ ബിരിയാണി, റൈസ്, പച്ചി, പുട്ട്. റൺവേ പുട്ട്, മീശമാധവൻ പുട്ട്, നാടോടി മണ്ണൻ പുട്ട്, സ്പാനിഷ് ചിക്കൻ, 2 countries, റിംഗ് മാസ്റ്റർ, കുഞ്ഞിപ്പൂന്. ഇതാണ് ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതിൻ്റെ പേരുകളൊക്കെ. വലിയ വിലയൊന്നുമില്ല, അങ്ങനെ കറക്റ്റ് റേറ്റൊന്നും അല്ല, നോർമൽ റേറ്റ് തന്നെയാണ്. ഷെഫ് റെക്കമെൻഡഡ് ഐറ്റംസ് എന്നാണ് ഷെഫ് റെക്കമെൻഡ് ചെയ്താൽ നോക്കാം. പുട്ട് തിന്ന കോഴി, ശുഭരാത്രി പുട്ട് കോമ്പോ, നാടോടി മണ്ണൻ പുട്ടും മെയിനും പൊളിച്ച്. എന്ത് ഓർഡർ ചെയ്യും? കൺഫ്യൂഷൻ. പാത്രം വന്നു കൈസ്, പാത്രം മാത്രമേ വന്നുള്ളൂ. പാത്രം വന്നു, നല്ല ചൂട് പാത്രം. വിശ്വാസിനെ നേരെ എടുത്തോണ്ട് വന്നത്. ഇനി കുറേ നേരം ഇവിടെ വായി നോക്കി ഇരിക്കണം, നല്ല ഫുഡ് വരുത്തും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് സിനിമാനി കിട്ടും. ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കി കാഴ്ച നമ്മൾ ഇന്ന് പുട്ടല്ല ഓർഡർ ചെയ്തത്. നമ്മൾ ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ ബീഫ് കൊണ്ടാട്ടം, ചെമ്മീൻ കാന്താരി, കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ബീഫ് കൊണ്ടാട്ടമാണ് ഓർഡർ ചെയ്തത്. ടുഡേ സ്പെഷ്യൽ നമ്മുടെ തട്ടുദോശ വന്നിട്ടുണ്ട്. വലിയ തട്ടുദോശ, ബീഫ് കൊണ്ടാട്ടം. 2 പൊറോട്ട വന്നുള്ളൂ. പൊറോട്ട 2 വന്നുള്ളൂ. നമ്മൾ 3 പറഞ്ഞേ. അടിച്ച പൊറോട്ട, ബീഫ് കൊണ്ടാട്ടം, കറിയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. കഴിക്കാം. കൊള്ളാതെ നല്ല സോഫ്റ്റ് ദോശ. പുളിയുണ്ട്, പക്ഷെ നല്ല രസമുള്ള പുളി. അത് നല്ല സുഖമുള്ള പുളി. ഒരു പൊറോട്ട 2 കിട്ടുള്ളൂ ഇവിടെ പറഞ്ഞോ. നല്ല കിടില ബീഫായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ്, നമ്മൾ സാധാരണ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റിലായിരുന്നു. കുറച്ചൊരു പുളിപ്പും ഒരു മധുരമൊക്കെ അങ്ങനെ എന്തോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ്. നമുക്കിവിടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പുട്ടുവണ്ടി കാണാം, പുട്ട് ട്രെയിൻ. റെസ്റ്റോറൻറ്റ് വന്നാലുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. അതിനകത്ത് ജീരക മിഠായി കണ്ടില്ല. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി കൽക്കണ്ടവും കുറച്ചുകൊണ്ട് റൂമിലേക്ക് പോകാം.